ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിൽ അടുത്തിടെ വർദ്ധിച്ചു വരുന്ന ക്രൂരമായിട്ടുള്ള പല വിധത്തിലുള്ള കൊലപാതകങ്ങൾക്ക് സിനിമയിലെ വയലൻസ് ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട് എന്ന വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ സജീവമാവുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് യുവാവ് 5 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയതോടുകൂടി ഈ വാദം ശക്തമായിരിക്കുകയാണ്. മലയാളത്തിലെ എക്കാലത്തെയും വയലൻസ് സിനിമയായ മാർക്കോ പുറത്തിറങ്ങിയ ശേഷം യുവാക്കളിലെ ക്രൂരത വർദ്ധിച്ചു എന്നാണ് വിമർശനം. മാർക്കോ, ആനിമൽ, കിൽ തുടങ്ങിയ സിനിമകളിലെ വയലൻസ് രംഗങ്ങൾ അതേപടി അനുകരിക്കുകയാണ് യുവാക്കൾ, പ്രത്യേകിച്ചും ലഹരിക്ക് അടിമകളായവർ. അവർക്ക് സിനിമ കുറച്ചുകൂടി ആക്രമണത്തിന് പ്രേരണയാകുന്നു എന്നാണ് വിലയിരുത്തലുകൾ. മുമ്പ് ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴും ദൃശ്യം മോഡലിൽ പല രൂപത്തിലുള്ള കൊലപാതകങ്ങളും പലയിടങ്ങളിലും നടന്നപ്പോഴും ആ സിനിമയ്ക്കെതിരെയായിരുന്നു ആളുകൾ വടിയെടുത്തത്. സിനിമകൾക്കെതിരെ വിമർശനം ഉയരുമ്പോൾ സംവിധായകരായിട്ടുള്ള സിബി മലയിലും കമലും ഇത് സമ്മതിക്കുന്നുമുണ്ട്. അക്രമത്തിന് ഏക കാരണം സിനിമയല്ല എങ്കിലും സിനിമയിലെ നായകനെ അനുകരിക്കാനുള്ള പ്രവണത സമൂഹത്തിന് കൂടുതലാണ് എന്നും ഇവർ വിലയിരുത്തുന്നുണ്ട്. സിനിമ ഒരു കാരണം മാത്രമാണ് എന്നാണ് സിബി മലയിൽ പറയുന്നത്. സ്കൂൾ കുട്ടികൾ മുതലുള്ളവർക്ക് മയക്കുമരുന്ന് സുലഭമായി ലഭിക്കുന്നുണ്ട്. സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടാകാം. പോസിറ്റീവായും നെഗറ്റീവായും സിനിമ സ്വാധീനിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മയക്കുമരുന്ന് കുട്ടികളുടെ മാനസിക നിലയെ സ്വാധീനിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാണ് സിബി മലയിൽ പ്രതികരിക്കുന്നത്. സമൂഹത്തിന്റെ പ്രതിഫലനമാണ് സിനിമ. സിനിമകളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗവും വയലൻസും ഒക്കെ കാണിക്കുന്നുണ്ട്. വയലൻസ് പ്രേക്ഷകരെ ആകർഷിക്കുന്ന കൊമേഴ്സ്യൽ ഘടകമായി ഉപയോഗിക്കുന്ന ഫിലിം മേക്കേഴ്സ് വേറെയുണ്ട്. അത് വളരെ തെറ്റായ പ്രവണതയാണ് എന്നും അദ്ദേഹം സമ്മതിക്കുന്നു. വയലൻസ് ഉണ്ടെങ്കിൽ സിനിമ കാണാൻ പ്രേക്ഷകർ വരും എന്ന് ധരിച്ച് സിനിമ ചെയ്യുന്നത് സമൂഹത്തോട് ചെയ്യുന്ന അനീതിയാണ്. ഒരു കാലത്ത് സെക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ ഇവിടെ ഉണ്ടാവുകയും അത്തരം സിനിമകൾ കാണാൻ പ്രേക്ഷകർ കൂടുതലായി എത്തുകയും ചെയ്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ സെൻസർ വന്നതോടെ അതിനൊരു പരിധിവരെ തടയിടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വയലൻസിനും കർശനമായിട്ടുള്ള സെൻസർ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ സിനിമയിലെ വയലൻസ് കുറയും. സിനിമ ചെയ്യുന്നവർ സമൂഹത്തോട് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ടതുണ്ട് എന്നാണ് പലരും അഭിപ്രായം പറയുന്നത്. മാർക്കോ എന്ന സിനിമ ആളുകളിലേക്ക് ആകർഷിച്ചത് അതിന്റെ വയലൻസ് തന്നെയാണ്. അത് ന്യായീകരിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ ജസ്റ്റിഫൈ ചെയ്യാനും സാധിക്കില്ല. കാരണം സിനിമയെ പാഷനാക്കി ജീവിതത്തിന്റെ റോൾ മോഡലാക്കി എത്രയോ താരങ്ങളെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഇനിയിപ്പോ വയലൻസ് കൊണ്ട് ആ സിനിമ വിജയിച്ചു, കൊമേഴ്സ്യൽ എലമെന്റായി കണ്ടിട്ടാണ് വീണ്ടും അത്തരം സിനിമകൾ ചെയ്യാം എന്ന തോന്നൽ പലരിലും ഉണ്ടാക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഫിലിം മേക്കർ വയലൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ സിനിമ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് നമ്മൾ പുഴു ഉണ്ട പോലെയുള്ള സിനിമകൾക്കൊക്കെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിച്ചത്. കാരണം തീവ്രവാദികളും നക്സലൈറ്റുകളും ഒക്കെ സമൂഹത്തിലെ എന്തോ പാവങ്ങളാണ് എന്നൊക്കെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം അതിലൂടെ നടന്നിട്ടുണ്ട്. സിനിമയിലൂടെ തെറ്റായ ഒരു സന്ദേശം കൊടുക്കാൻ പാടില്ല. ശരി, മനുഷ്യനെ വഴിതെറ്റിക്കുന്നതിൽ പല പല ഘടകങ്ങൾ ഉണ്ട് എന്നാണ് സിനിമ അതിലൊന്നു മാത്രമാണ് എന്നാണ് പല സംവിധായകരും അഭിപ്രായപ്പെടുന്നത്. ഓൺലൈൻ ഗെയിംസ് കുട്ടികളെ വഴിതെറ്റിക്കാൻ വലിയ ഒരു പങ്കുണ്ട്. ഇന്റർനെറ്റിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം എങ്ങനെ കുറ്റം ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് ആ കുറ്റകൃത്യങ്ങൾ ലോകത്ത് നടക്കുന്നത്, എങ്ങനെയൊക്കെ നമുക്കതിനെ മറച്ചുവെക്കാം ഇത്യാദിയുള്ള ഒരുപാട് വിവരങ്ങൾ സൈബർ ലോകത്ത് നിന്നും ഒരാൾക്ക് കിട്ടും. കുട്ടികളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനു മുമ്പ് മദ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ കഞ്ചാവും കടന്ന് അതിനേക്കാൾ വലിയ വലിയ മയക്കുമരുന്നുകളിലേക്ക് സ്കൂൾ കുട്ടികൾ തന്നെ ദിനേന പോകുന്ന വാർത്തകളാണ് നമ്മൾ കാണുന്നത്. മുമ്പ് പ്രണയ കഥകള്, കോമഡി കുടുംബചിത്രങ്ങൾ, കാർട്ടൂണ്, അതല്ലെങ്കിൽ സീരിയലുകള്, കോമഡി ഷോ, ഇതൊക്കെ ആയിരുന്നു മനുഷ്യബന്ധങ്ങളുടെ പല പല തലങ്ങൾ. അങ്ങനെ നിരവധി വിഷയങ്ങൾ സിനിമയ്ക്ക് പ്രമേയമായിരുന്നു. അതൊക്കെ സഹിഷ്ണുതയോടുകൂടി കണ്ടിരുന്ന ഒരു കാലഘട്ടം മാറി. യുവാക്കൾ മാത്രമല്ല, ആർക്കും ഇപ്പോൾ അതിനൊന്നും ഒരു ക്ഷമയുമില്ല. വയലൻസ് ആകുമ്പോൾ പെട്ടെന്ന് ഓരോന്ന് സംഭവിക്കുമ്പോഴാണ് ഒരു ത്രില്ലും ഉന്മാദവും ആളുകളെ ആകർഷിപ്പിക്കാനുള്ള ഒരു പ്രവണതയും ഉണ്ടാകുന്നത്. മാർക്കോ എന്ന സിനിമ വന്നതുകൊണ്ട് മാത്രം സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൊറിയൻ സിനിമകളെല്ലാം മലയാളികളെ വലിയ ഒരു രൂപത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. കൊറിയൻ പാട്ടുകൾ, വസ്ത്രധാരണം, ജീവിത രീതി, അങ്ങനെ പല ഘടകങ്ങളും ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ കൊറിയൻ ആർമിയുടെ പിന്നാലെയാണ് നമ്മുടെ മക്കളൊക്കെ തന്നെയും. അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന കൊലപാതകങ്ങൾ ചെയ്യുന്നതെല്ലാം ചെറുപ്പക്കാരാണ് എന്ന് നമുക്കറിയാം. അവര് പ്രായം കുറഞ്ഞവരാണ്,
അതല്ലെങ്കിൽ അവർ ലഹരിക്ക് അടിമപ്പെട്ടതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കിതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നത്. ഒരാളെ കൊല്ലാൻ തോന്നണമെങ്കിൽ അത്രമാത്രം കാരണങ്ങൾ ഉണ്ടാകണം. പക്ഷെ പുതിയ തലമുറ വല്ലാതെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു. വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്തു മതി, വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തൊരു തർക്കം മതി, വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല മതി. ഇതൊക്കെയാണ് ഒരു കൊലപാതകത്തിന് കാരണമായി മാറുന്നത്. നമ്മൾ കണ്ടതാണ്, ഒരു 15-കാരൻ ചെളി തെറിപ്പിച്ചപ്പോൾ ഒരു കാറുകാരൻ ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് ചെളി തെറിപ്പിക്കുന്നു കാർ ഓടിച്ചിട്ട്. അപ്പൊ ആ കുട്ടി ചോദ്യം ചെയ്തതാണ്. എത്രയോ ദിവസങ്ങളോളം കാത്തു നിന്നിട്ട് ആ കുട്ടി ഫുട്ബോൾ കളിക്കാൻ പോകുന്ന സമയത്ത് ആ കുട്ടി ഇടിച്ചു വീഴ്ത്തി കൊന്ന കഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ചെറിയൊരു കാരണം മതി, പെട്ടെന്ന് അസഹിഷ്ണുതയാണ്, പിന്നീട് അവരെ ഇല്ലാതാക്കണം എന്ന ടെൻഡൻസിയിലേക്ക് ഇവരുടെ മാനസികാവസ്ഥ മാറുക. ഇപ്പൊ വെഞ്ഞാറമൂട്ടിലെ കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യതയാണ് എന്ന നിഗമനത്തിലേക്ക് ഇപ്പോൾ അന്വേഷണം നീളുകയാണ്. പ്രതിയായിട്ടുള്ള അഫാന്റെ മാതാവ് ഷെമി, അവർക്ക് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം കൈക്കലാക്കിയ മാല പണയം വെച്ച് കിട്ടിയ 74,000 രൂപയിൽ നിന്ന് 40,000 രൂപ അഫാൻ സ്വന്തം അക്കൗണ്ട് വഴി കടക്കാർക്ക് നൽകിയെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിനും ശേഷമാണ് എസ് എൻ പുരത്തെത്തി പിതാവിന്റെ സഹോദരനെയും അതുപോലെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നത്. നാട്ടിൽ കുടുംബത്തിന് കടബാധ്യതയും വിദേശത്തുള്ള പിതാവിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ഇതിന് കാരണമാണ്. ഉമ്മയുടെ ചികിത്സാ ചെലവ്, സഹോദരന്റെ വിദ്യാഭ്യാസ ചെലവ്, ഇതൊന്നും കണ്ടെത്താൻ സാധിക്കാതെ അഫാൻ ബുദ്ധിമുട്ടിയിരുന്നു. ജോലിയില്ലാത്തതും നിത്യചെലവിന് പോലും പണം കണ്ടെത്താൻ സാധിക്കാത്തതും സ്നേഹിച്ച പെൺകുട്ടിയെ ഒപ്പം കൂട്ടുന്നതിലുണ്ടായ പ്രതിസന്ധിയും അഫാനെ അസ്വസ്ഥനാക്കിയിരുന്നു എന്നാണ് ഇപ്പോഴത്തെ പോലീസ് നിഗമനം. ഇതിനിടയിൽ കൂട്ടമായിട്ട് ജീവിതം അങ്ങ് അവസാനിപ്പിക്കാനും ആലോചന ഉണ്ടായിരുന്നത്രേ. ഇതെല്ലാം കൊലപാതകത്തിലേക്ക് അഫാനെ പ്രേരിപ്പിച്ചു. ഇതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തുന്നത്. പിതാവ് റഹീമിന് സൗദിയിൽ സാമ്പത്തിക ബാധ്യതയുള്ളതുകൊണ്ട് നാട്ടിലേക്ക് പണം അയച്ചിരുന്നില്ല. അർബുദബാധിതയായിട്ടുള്ള മാതാവിന്റെ ചികിത്സ ഉൾപ്പെടെ ചില നാട്ടുകാരിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന വീട് വിറ്റ് കടം വീടാനുള്ള ശ്രമവും അഫാൻ നടത്തിയിരുന്നു. വ്യാഴാഴ്ച അഫാനും ഫർസാനയും സ്വർണം പണയം വെച്ചത് കടബാധ്യതകളിൽ ചിലത് തീർക്കാനായിരുന്നു എന്നും പോലീസ് പറയുന്നു. നാട്ടിൽ തനിക്ക് സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലെന്നും സൗദിയിലുള്ള കടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും സൗദിയിൽ കച്ചവടം ചെയ്യുന്ന റഹീം പറയുന്നു. സാമ്പത്തിക ബാധ്യതയെ പറ്റിയോ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയോ തന്നെ അറിയിച്ചിട്ടില്ല എന്നും റഹീം പറയുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള ആസൂത്രണ മികവോടുകൂടിയാണ് കൊലകൾ ഓരോന്നും പ്രതി നടപ്പിലാക്കിയത് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. ഫർസാനയെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പ് സഹോദരനായ അഫ്സാനെ വെഞ്ഞാറമൂട്ടിലേക്ക് കുഴിമന്തി വാങ്ങാൻ അഫാൻ പറഞ്ഞുവിട്ടു. അഫ്സാൻ ഓട്ടോറിക്ഷയിൽ വെഞ്ഞാറമൂട്ടിൽ എത്തുന്നതിന്റെയും കുഴിമന്തി വാങ്ങുന്നതിന്റെയും ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഫർസാനയെ കൊലപ്പെടുത്തുന്നതിനായി സഹോദരനെ തന്ത്രപൂർവ്വം വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയായിരുന്നു എന്നാണ് നിഗമനം. ഏറ്റവും ഒടുവിൽ അഫാൻ കൊലപ്പെടുത്തിയത് അഫ്സാനയെയാണ്. മറ്റ് 4 പേരെ ആക്രമിച്ച ശേഷം അഫാൻ മദ്യപിച്ചതായും പോലീസ് സംശയിക്കുന്നു. ഫർസാനയെ കാണുന്നതിന് മുമ്പ് 10 മിനിറ്റിൽ ബാറിൽ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ബാറിൽ നിന്നും മദ്യം വാങ്ങി വീട്ടിലെത്തി വിഷം കലർത്തി കഴിച്ചു എന്നാണ് സംശയം. ക്രൂരകൃത്യത്തിലേക്ക് അഫാനെ നയിച്ച കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ചികിത്സയിലുള്ള മാതാവ് ഷെമിക്ക് മാത്രമേ കഴിയൂ. പ്രതി അഫാന്റെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഫർസാനയുടെ വീട്ടിലെത്തിയ ബന്ധുക്കളുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു. അഫാന്റെ ബന്ധുക്കളുടെ മൊഴിയും എടുക്കുന്നുണ്ട്. അഫാന്റെ മാതാവ് ഷെമിയുടെ അതുപോലെ മറ്റുള്ളവരുടെ ഒക്കെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് കൈമാറിയിട്ടുണ്ട്. ഇപ്പോഴും ആ ഉമ്മ മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് കൂടുതൽ സംശയങ്ങൾ ഉളവാക്കുന്നു. ലോകത്തൊരു ഉമ്മയും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരകൃത്യമാണ് ആ ഉമ്മ ചെയ്യുന്നത്. ഉമ്മയ്ക്ക് എങ്ങനെയാണ് ഇത്രയും കടബാധ്യത വന്നത്? 65 ലക്ഷം രൂപയുടെ കടബാധ്യത ഉമ്മയ്ക്ക് നാട്ടിലുണ്ട് എന്ന് പറയുന്നു. റഹീമിന് ഗൾഫിലാണ് കടമുള്ളത്, ഭർത്താവ്. അപ്പോൾ ഇവരെ ആഡംബര ജീവിതവും അതുപോലെ മകൻ ചെയ്യുന്ന ഏത് ക്രൂരകൃത്യങ്ങളും ഏത് സാമൂഹ്യ വിരുദ്ധതയ്ക്കും മാതാവ് കൂട്ടുനിൽക്കുന്നു എന്ന് വേണം കരുതാൻ. ഇടയ്ക്ക് വരുന്ന ന്യൂസ് പോപ്പുലർ ഫ്രണ്ട് ഭീകരരിൽ നിന്നും അഫാന് ചുറ്റിക കൊണ്ട് എങ്ങനെയാണ് ഒറ്റയടിക്ക് മനുഷ്യനെ ഇല്ലാതാക്കുന്നത് എന്ന രൂപത്തിലുള്ള പരിശീലനം സിദ്ധിച്ചിട്ടുണ്ട് എന്നും കേൾക്കും. ഒരുത്തന്റെ മാനസികാവസ്ഥ വൈകൃതമാണ്, കുടുംബത്തിന് തന്നെ വിനയായി അത്. രക്തബന്ധത്തിലുള്ള ആളുകളെ, ശത്രുക്കളെയാണ് കൊല്ലുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഉമ്മയും അനുജനും ഉൾപ്പെടെയുള്ള ആളുകളെ അതിക്രൂരമായി കൊന്ന മാനസികാവസ്ഥ ഒരിക്കലും മാനുഷികമല്ല. അതിന് പിന്നിൽ വന്യമായിട്ടുള്ള ലഹരി ഉണ്ടോ ഇല്ലേ എന്നത് രണ്ടാമത്. കൊല്ലുന്നതിന് മുമ്പ് ബാറിൽ പോയി മദ്യപിച്ചു എന്ന് പ്രതി അഫാൻ ഇതിനോടകം തന്നെ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇയാൾ ധൂർത്തനും ഒരു ജോലിയും ചെയ്യാത്ത വ്യക്തിയായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു. വരവില്ലാതെ ചെലവാക്കാൻ പഠിച്ച ന്യൂജൻ പിള്ളേരിൽ ചിലരുടെ
പ്രതിനിധിയാണ് ഇയാള്. വിദേശത്ത് നിന്ന് മാതാപിതാക്കളോ ബന്ധുക്കളോ അയക്കുന്ന പണം ചിലവാക്കാൻ മാത്രമാണ് ഇവർക്ക് അറിയാവുന്നത്. പണം ഉണ്ടാകുന്നതിന് പിന്നിലെ അധ്വാനം ഇവർ അറിയുന്നില്ല, അതിന് ശ്രമിക്കുന്നുമില്ല. ATM-ൽ നിന്ന് വിരൽ കുത്തിയാൽ ലഭിക്കുന്നത് ഇവർക്ക് പണം, അത് ഇഷ്ടം പോലെ ചെലവാക്കാം. അതിനുള്ള വഴികളെല്ലാം ഇവർക്കറിയാം. ഭക്ഷണവും വസ്ത്രവും ഒക്കെ പ്രാഥമിക ആവശ്യങ്ങളാണ് എന്നിരിക്കെ ഇത്തരക്കാർക്ക് ഇതിനോടൊക്കെ ആഡംബരത്തിനുള്ള വഴികൾ തന്നെയാണ്. പ്രതിയുടെ അസാധാരണമായിട്ടുള്ള മാനസികാവസ്ഥയ്ക്ക് പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുമ്പോഴും രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കടക്കെണിയിലും ആഡംബര ജീവിതം തുടർന്നതാണ് ഇയാളെ കൊലപാതകയാക്കിയത് എന്ന് റിപ്പോർട്ടുകൾ. പിതാവിന്റെ കടത്തിനപ്പുറം കുടുംബവും കടബാധ്യതയുണ്ടാക്കിയതായി പോലീസ് പറയുന്നു. ബിസിനസ് തകർന്നതുകൊണ്ട് പിതാവിനുള്ള കടം, വരുമാനത്തിനപ്പുറമുള്ള കുടുംബ ചെലവ്, ഇതിനൊക്കെ പുറമെ അഫാൻ പലരിൽ നിന്നും കടം വാങ്ങി ആഡംബര ജീവിതം നയിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി. ബുള്ളറ്റ് ഉള്ളപ്പോൾ അഫാൻ പുതിയ ബൈക്ക് വാങ്ങിയത് ബന്ധുക്കളെ എതിർത്തിരുന്നു. പിതാവിന്റെ ബാധ്യത തീർത്ത് നാട്ടിലെത്തിക്കാൻ ബന്ധുക്കൾ ഇയാളെ നിർബന്ധിച്ചിരുന്നതായും പോലീസ് പറയുന്നു. എന്നാൽ അതിനുള്ള ധൈര്യവും മാനസിക നിലയും ഒന്നും പ്രതിക്കുണ്ടായിരുന്നില്ല. പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തോട് പ്രകടിപ്പിക്കേണ്ടുന്ന ആവേശവും വാശിയും ധൈര്യവും ഒന്നും അഫാൻ കാണിച്ചില്ല. അതേസമയം കടബാധ്യതകൾ കാരണം കുടുംബം കൂട്ടമായിട്ട് ജീവൻ അവസാനിപ്പിക്കാൻ പദ്ധതിയിടുകയാണ് ചെയ്യുന്നത്. ഇത്രയല്ലേ പ്രായമായിട്ടുള്ളൂ, ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പോലും തോന്നാത്ത ഇതുപോലെയുള്ള മാനസികാവസ്ഥയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇതുപോലെയുള്ള ഉമ്മമാരെയും നമ്മൾ പ്രത്യക്ഷമായും വിമർശിക്കേണ്ടതുണ്ട്. നല്ല കുട്ടിയാണ്, ഒന്നിലും ഇടപെടാറില്ല, പുറത്തേക്ക് പോലും വല്ലപ്പോഴുമാണ് പോകുന്നത്. ഇതൊക്കെ നാട്ടുകാരെ പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത് വളരെ സങ്കീർണമായ മാനസിക നിലയിൽ ഉള്ള ആളാണ് ഇയാളെന്നാണ്. ലക്ഷണമൊത്ത അന്തർമുഖൻ എന്ന് ആർക്കും തോന്നാത്തത് എന്തുകൊണ്ടാണ്? രാത്രിയില് ബൈക്ക് എടുത്ത് പോകുന്നു, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനും ജീവിതം നേരിടാനും തയ്യാറാകാത്ത വിധം സങ്കീർണമാണ് അഫാന്റെ മാനസികാവസ്ഥ. അങ്ങനെയുള്ളവർ പെട്ടെന്ന് തന്നെ ജീവിതത്തിന്റെ നിരാശയിലേക്കും അരുതാത്തത് എന്തും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്കും കടക്കും. വെഞ്ഞാറമൂട്ടിലെ കൊലപാതകത്തിൽ പ്രതി അഫാന്റെ കുടുംബം കടക്കെണിയിലും ആഡംബര ജീവിതം നയിച്ചു എന്നത് പോലീസ് കണ്ടെത്തുന്നു. കാരണം പിതാവ് ഗൾഫിൽ കടം വരുത്തി വെച്ചു, മാതാവ് നാട്ടിലും കടം വരുത്തി വെച്ചു. പിതാവിന്റെ ബാധ്യത തീർത്ത് നാട്ടിലെത്തിക്കാൻ ബന്ധുക്കൾ പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഒരു പ്രതികരണവുമില്ല. പല രൂപത്തിലും മറ്റുള്ളവരോട് കടുത്ത രൂപത്തിലുള്ള വൈരാഗ്യം, പ്രത്യേകിച്ച് ബന്ധുക്കളോട്. അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു, അധ്വാനിച്ച്. അത് ഇയാൾക്ക് പറ്റുന്നില്ല. ഒരു പണിയുമില്ല, എന്നാൽ ആഡംബര ജീവിതത്തിന് ഒരു കുറവുമില്ല. നിത്യ ചെലവിന് പോലും ഉമ്മ പലരോടും പണം കടം വാങ്ങി. എന്നിട്ട് മോനെ ഒരു പണിക്ക് അയക്കാൻ ഉമ്മയ്ക്ക് പറ്റുന്നില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഉമ്മ വിചിത്ര ജീവിയായി തുടരുന്നു. കട്ടിലിൽ നിന്ന് വീണതാണത്രേ. കടക്കാര് ശല്യം ചെയ്തെന്ന് വാങ്ങിച്ച പണം പിന്നെ അവർ തിരിച്ചു ചോദിക്കില്ലേ? ആത്മാഭിമാനത്തിന് മുറിവേറ്റത്രേ. അങ്ങനെയുള്ളവർ കടം വാങ്ങരുത്. അതല്ലെങ്കിൽ നെല്ല് കണ്ടിട്ട് അരി കടം വാങ്ങാൻ പാടുള്ളൂ. കടം പെരുകി തല പെരുത്തിരുന്നപ്പോ മുത്തശ്ശിയും പിതൃ സഹോദരനും ഭാര്യയും സദാ നേരം ശാസിച്ചത് പകയായി. ഭാര്യയെല്ലാം കെട്ടാൻ പോകുന്ന പെണ്ണ് കൂട്ടമായിട്ട് ഇല്ലാതാക്കാൻ ഇവരെ എല്ലാവരും കൂടി ജീവൻ ഒടുക്കാൻ ശ്രമിച്ചു. അത് നടന്നില്ല. അങ്ങനെയാണ് കൂട്ടക്കൊലയ്ക്ക് പദ്ധതിയിട്ടത്. അവനിപ്പോഴും സുഖസുന്ദരമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സാധാരണക്കാരന്റെ ചെലവില് ജയിലിൽ നിന്ന് കൊഴുത്ത് തടിച്ചിറങ്ങി വരും. പോയ മനുഷ്യന് ജീവൻ പോയി, അത്ര തന്നെ. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ആരോടും പറയാതെ അതിനെ തിരുത്താൻ ശ്രമിക്കാതെ മക്കളോടുള്ള സ്നേഹമാണ്, വാത്സല്യമാണ് എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുകയും ചെയ്യുന്ന പല മാതാക്കൾക്കും പിതാക്കൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. മക്കൾ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകൾ അപ്പോൾ അവർക്ക് തിരുത്തി കൊടുക്കുകയും ജീവിതത്തിൽ അധ്വാനിച്ച് പണമുണ്ടാക്കുന്നതിന്റെ മഹത്വം അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം സോംബേരികളായി മക്കളെ വളർത്തിയാൽ ഇതൊക്കെ നമ്മൾ ഇനിയും കാണേണ്ടി വരും. നന്ദി.